വാട്സപ്പിലൂടെ ഒരു എഴുത്തിലൂടെ ഒരു മെസ്സേജ് വളരെ ചിന്തിപ്പിക്കുന്ന ഒരു മെസ്സേജാണ് വായിക്കാൻ ഉണ്ടായത്. ഏതൊരു എഴുത്തുകാരൻ എഴുതിയതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നുകൂടിയാണ്. എഴുത്തെന്ന് പറഞ്ഞ അങ്ങനെ ലേഖനുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ 2 അസ്ത്രമാണ് മറ്റൊന്ന് വാങ്ങും. രണ്ടുകൊണ്ടും നേട്ടമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അപ്പോ അതിൽപ്പെട്ട ഒരു അദ്ദേഹം എഴുതുന്നത് മനുഷ്യരാകുന്ന നമ്മെ വിളിച്ചോട് പറയാം. നമുക്ക് നമ്മുടെ ദുനിയാവിൽ ഒരുപാട് യാത്രകൾ, കാറിലൂടെ യാത്ര ചെയ്യുന്നതാണ്, റിക്ഷയിൽ ബസ് ഇതിൽ യാത്ര പോകുന്നുണ്ടെങ്കിലും ഏത് വാഹനത്തിലാക്കുന്നുണ്ടെങ്കിലും മനുഷ്യ അതിൽ ഡ്രൈവർ ഒരാളാണ്. വലിയ ബസ്സാണെങ്കിലും ഡ്രൈവർ ഒരാളാണ്, കാറാണെങ്കിലും ഡ്രൈവിംഗ് ചെയ്യുന്ന ഒരാളാണ്, കൂടെ 4-5 ആളുകൾ. കാരണം ഒരു മിനിമം 4 ആളുകൾ ഇരുന്നിട്ട് ബസ്സിലാകുമ്പോൾ ഒരാളുണ്ടാവും, റിക്ഷയിലാകുമ്പോ ഒരാളിങ്ങനെ ഡ്രൈവിംഗ് ചെയ്യും, മറ്റുള്ള ആളുകൾ 4 ആളുകൾ കൂടി നല്ല ആ ചിരിയും കളിയും പാട്ട് കേൾക്കാനും. ചെറുപ്പക്കാരുടെ വിനോദ യാത്രയാണെങ്കിൽ പറയേണ്ടത് നല്ല മറ്റുള്ള ആളുകൾക്ക് പോലും ചിലപ്പോ ഓന്റെ വണ്ടിയുടെ ബാക്കിൽ പോകാൻ ഭയങ്കര ഭയങ്കര ഉത്തരം അടിയുന്നു. കാരണം അത്ര സൗണ്ടല്ലേ വെച്ചിങ്ങനെ പോവാൻ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും ചിരിയും കളിയും തമാശയും സംസാരവും സുബ്ഹാനല്ലാഹ്. ഒരാൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ട്രെയിൻ ഒറ്റ ശ്രദ്ധയിൽ ഇങ്ങനെ യാത്ര പോകുന്ന ഒരവസ്ഥ അല്ലെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ. എന്നാൽ അയാൾ പറയുന്നത് മനുഷ്യ ഒരു യാത്ര നിന്റെ ജീവിതത്തിൽ വരാൻ അന്ന് യാത്രക്കാരൻ ഒരുത്തരാണ്, ഡ്രൈവർ 4 ആളുണ്ടാവും. ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ മിനിമം 4 ആളുകളുണ്ടാവും. യാത്രക്കാരനാണെങ്കിലോ ഒരുത്തരാണ്. യാത്രക്കാരൻ ഒരുത്തരാണ്, നേരെ ഓപ്പോസിറ്റാണ്. നമ്മുടെ ദുനിയാവിന്റെ യാത്രയിൽ ഡ്രൈവർ ഒറ്റക്കാണ്, യാത്രക്കാർ പോരാണ്. എന്നാൽ ഒരു യാത്ര നിന്റെ ജീവിതത്തിൽ വരും. ആ യാത്രയിൽ യാത്രക്കാരനെ ഒറ്റക്കാണെങ്കിൽ ചിലപ്പോൾ ഡ്രൈവർമാർ മിനിമം 4 ആണ്. മിനിമം 4 പറ്റൂല, 4 ഡ്രൈവർ നിർബന്ധം. ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈവർമാരിങ്ങനെ ഓടിക്കൊള്ളും, അതിങ്ങനെ പിടിച്ചു കൊടുക്കും, താങ്ങിക്കൊടുക്കും. ഇങ്ങനെയുള്ള ഒരു യാത്ര നിന്റെ ജീവിതത്തിൽ വരാനുണ്ട്. അതിനെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന ഒരു പോയിന്റ് നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അതായത് മയ്യത്ത് കട്ടിലാവുന്ന വാഹനം. പണ്ടത്തെ പള്ളികൾ, ഇപ്പൊ പള്ളികളിൽ കാണുന്ന ഭയങ്കര കുറവ്. പണ്ടത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ഒരാൾ പള്ളിയിൽ കയറിയാൽ ആ ഒതു എടുക്കുന്ന ആ ഹൗദിന്റെ മുകളിൽ തൂക്കി വെച്ചിട്ടുണ്ടാവും ആ വാഹനം. പണ്ടല്ല, പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് ഇതാണ്. അപ്പൊ മരണത്തെ കുറിച്ചുള്ള ഒരു ചിന്ത, മരണത്തെ കുറിച്ചുള്ള ഒരു ബോധം അപ്പൊ തന്നെ ഒതുവിന്റെ സമയത്ത് തന്നെ മനുഷ്യന് വന്നു. കാരണം ഓടി കിടക്കുന്ന വാഹനം, ഏതോ വാഹനം ഞമ്മളെ കൊണ്ടുപോകാനുള്ളവൻ ഒറ്റയ്ക്ക് ഞമ്മ കിടക്കും. അന്ന് ചിരിയില്ല, അത് തമാശയില്ല, അന്ന് സംസാരമില്ല, അതൊന്നും ഇല്ല. ഒറ്റയ്ക്ക് മൗനിയായി എത്ര നമ്മുടെ കൂട്ടുകാരെ വിളിച്ചാൽ പോലും ഒന്ന് മറുപടി കൊടുക്കാൻ കഴിയാത്ത രൂപത്തിൽ ഞങ്ങളിങ്ങനെ മൗനിയായി ഒറ്റയ്ക്കുള്ള ഒരു കിടത്തത്തിന്റെ ഒരു യാത്ര. ആരെയും നമ്മളെ വിളിക്കും, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നമ്മളെ വിളിക്കും, നമ്മുടെ ഉപ്പ നമ്മളെ വിളിക്കും, നമ്മുടെ മക്കളെ വിളിക്കും. പക്ഷേ മറുപടി കൊടുക്കാൻ കഴിയാത്തൊരു യാത്രയാണ്, മറുപടി കൊടുക്കാൻ കഴിയാത്തൊരു യാത്ര. ആ യാത്രയുടെ വാഹനം നമ്മുടെ പള്ളിയുടെ ഹൗദിന്റെ നേരെ മുകളിൽ തൂക്കി വെച്ചിരുന്ന ഒരു കാലുണ്ട്. ഇപ്പൊ വൈകിട്ട് പള്ളി തേടാതിന്റെ പണിയാണ് ഇടയൊരു മുറക്കുണ്ടാവും, മനുഷ്യൻ കാണാത്ത ദിവസം. അത് ആരെങ്കിലും മനുഷ്യാരെങ്കിലും പൊടിയാനത് എങ്ങനെ പണിയാണ്, പാറ്റയെ കുടിച്ചിട്ടുണ്ടാവും, മറ്റേ ബന്നാറ്റന്റെ ഇതുണ്ടാവും, അതൊരു പൊടയാനൊക്കെ പണിയാണ്. കാരണം ഏതൊരു മൂലക്കുള്ള നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ല. നമ്മുടെ ചങ്ങായിപ്പാണ് ഇന്നലെ ഒരു വീഡിയോ കണ്ടു, സുബ്ഹാനല്ലാഹ്, കണ്ടിട്ട് നെട്ടിപ്പോയി. സ്വന്തം നമ്മളൊരു കാലുണ്ടായി, നമ്മളൊരു കാലം ഞാൻ ഒന്നിച്ച് ഒരു ഡെസ്കിൽ പണ്ടത്തെ സ്കൂളിൽ 4, ഇന്നത്തെ സ്കൂളിൽ 5 ഒരു ഡെസ്കിൽ 4 ആണെങ്കിൽ 4 ആള് നമുക്ക് വാങ്ങിക്കുന്ന 9 ആയിരിക്കുന്ന പോക്കറായിരിക്കും പറയും. ഇന്നത്തെ സ്കൂളിന്റെ അവസ്ഥ നമ്മുടെ സ്കൂൾ അങ്ങനെയല്ല. ഒന്ന് 9 ആയിരിക്കും, ഒന്ന് ശേഖരനായിരിക്കും, പിന്നെ റാഹനായിരിക്കും. എല്ലാ മതക്കാരും ഒന്നിച്ചിരുന്നിട്ട് സൗഹാർദ്ദമായി പഠിച്ചിരുന്ന ഒരു കാലം. അന്ന് ആ കുട്ടിക്കാലത്ത് ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോ എന്റെ ഉപ്പാനെ ഏതെങ്കിലും പറഞ്ഞാൽ തിരിച്ച് എന്റെ ഉപ്പാനെ പറഞ്ഞതിന്റെ പേരിൽ അവനെ വട്ടി സൈഡോ അല്ലെ ഇൻട്രസ്റ്റ് സൈഡായിട്ട് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു കാലുണ്ടായി. കാരണം എന്റെ ഉപ്പാനെ പറയുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ല, എന്റെ ഉപ്പാനെ ഒരാൾ കുറ്റം പറയുന്നത് തന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാലം. ഇന്നത്തെ കാലം തന്നെ കണ്ടെന്ന സ്വന്തം മകനും അവന്റെ കൂട്ടുകാരും കൂടിയിട്ട് ഒരു ഉപ്പാനെ തല്ലുന്ന ഒരവസ്ഥ. സ്വന്തം മോൻ എന്നിട്ട് അവന്റെ കൂട്ടുകാർ എല്ലാവരും കൂടിയിട്ട് ഉപ്പാനെ തല്ലുന്ന ഒരു അവസ്ഥയുടെ ഒരു കാലം ഇന്നത്തെ കാലം. നമ്മുടെ മക്കളുടെ സാപത്തൊക്കെ ഭയങ്കര വേജാറാണ്. ദൈവത്തിലുണ്ടായിരുന്നു ഇങ്ങനെ ആകുന്നതിനേക്കാൾ നല്ലത് മക്കൾ ഉണ്ടാവാതിരിക്കാൻ നിന്നതല്ലേ. മക്കൾ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ബേജാറാണ്. പക്ഷെ ഉണ്ടായിട്ട് ഇങ്ങനെയുള്ള മക്കളായി നമ്മുടെ മക്കളാവെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ബേജാറാണ്. നമ്മുടെ മക്കള് ഇസ്സത്ത് കാക്കുമാറാകട്ടെ. ലഹരിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നിട്ട് അതുമായി ബന്ധപ്പെടുന്ന അവസ്ഥയിൽ നിന്നിട്ട് പടച്ചോനെ നമുക്ക് നമ്മുടെ മക്കൾക്ക് നീ കാവൽ നൽകണേ. എപ്പോഴും ദ്വാരക്കണം. നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് ഇസ്സത്ത് ഉണ്ടാകണം, നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് അഭിമാനം ഉണ്ടാകണം. എന്നാൽ സുബ്ഹാനല്ലാഹ് എല്ലാവരും ഇതിലൊക്കെ കാരണം എന്താ? ഇതിലൊക്കെ കാരണം
ഈ ഒരു യാത്രയെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കാത്തതുകൊണ്ട്. ഈ ഒരു യാത്രയെ കുറിച്ച് പണ്ടൊരു കാലം ഉണ്ടായിരുന്നത് നമ്മുടെ ഉമ്മമാര് നമ്മളെ തല്ലിയ ഒരു കാലം. എന്തിനു വേണ്ടിട്ട് മണ്ണിൽ കളിച്ചതിന് വേണ്ടി. ഇടം പോയിട്ട് കളിച്ചിന് മണ്ണായാല് നമ്മുടെ തല്ലുന്ന ഒരു കാലം വരും. എന്നാലും നമുക്കറിയോ ഈ ഒരു യാത്രയുടെ ഒരു അവസാനം, അതായത് ഒറ്റയ്ക്ക് ഞാൻ യാത്ര ചെയ്യുമ്പോൾ 4 പ്രിയന്മാർ കൂടിക്ക് നമ്മളെ കൊണ്ടുപോയി ഒരു സ്ഥലത്തിൽ ഇറക്കിയിട്ട് എന്നിട്ട് അവിടെ ചെയ്യുന്ന എന്താ, ഒരു കാലത്ത് മണ്ണിൽ കളിച്ചതിന്റെ പേര് എന്നെ തള്ളിയ എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്റെ ശരീരത്തിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിടുന്ന ഒരു ദിവസം. ഏതുപ്പയാണ്? മണ്ണിൽ കളിച്ചതിന്റെ പേര് തള്ളിയ ഉപ്പയാണ്. ആ ഉപ്പ ഇപ്പൊ എന്താ ചെയ്യുന്നത്? എന്നെ കൊണ്ട് മണ്ണാണ്, മണ്ണാണ്, മണ്ണ് വാരിയിടുന്ന ദിവസം. എഴുത്തുകാരൊക്കെ ഇതിന് പറയാം. അതുകൊണ്ട് മനുഷ്യ, നീ ചെയ്യേണ്ട ഒരു പ്രവൃത്തി എന്തറിയോ? അള്ളാഹു നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അള്ളാഹിനെ വിളിക്കണേ. അള്ളാഹു നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അള്ളാഹിനെ വിളിക്കണേ. മരണം നിന്നെ ഓർമ്മിപ്പിക്കുന്നതിന് മുമ്പ് മരണത്തെ കുറിച്ച് നീ ഓർക്കണേ. മറ്റുള്ള ആളുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി നീ ദുആ ചെയ്യണേ എന്ന 3 വിഷയമാണ് ചിന്തിക്കേണ്ട വിഷയല്ലേ. അള്ളാഹു നമ്മൾ വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് അള്ളാഹിനെ വിളിക്കാം. എങ്ങനെ? സുജൂദിലൂടെ, റുകൂഇലൂടെ, ഖുർആനിലൂടെ, ദിക്റിലൂടെ, നന്മയിലൂടെ അള്ളാഹിനെ എപ്പോഴും നമുക്ക് ഓർക്കാം. മരണത്തെ കുറിച്ച് എപ്പോഴും ഓർക്കാം. മറ്റുള്ള ആളുകളെ മരിച്ചാൽ മറ്റുള്ള ആളുകൾ നിനക്ക് വേണ്ടി ചെയ്യുന്നതിന് മുമ്പ് എന്റെ ജീവിതകാലത്ത് കുറച്ചോനെ എനിക്ക് നീ പൊരുത്തുക അല്ല, എനിക്ക് നീ റഹ്മത്ത് ചെയ്യുക അല്ല എന്ന് സ്വന്തമായി നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു ചുറ്റുപാട് ഇതെല്ലാം ഓർത്ത് ഉണ്ടാക്കണമെന്ന് പഠിപ്പിക്കുന്ന നല്ല ഒരു മെസ്സേജാണ്. ഈമാനുള്ള ആളുകൾക്ക് ഇത് ഉപകരിക്കും. സ്വാലിഹായ ഒരു മനുഷ്യനായി ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഉപകരിക്കുന്ന മെസ്സേജാണ്. അതുകൊണ്ട് നമുക്കും ഉപകാരം നൽകും. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അവസ്ഥ വരാനുണ്ടല്ലോ. കുറച്ചോനെ വളരെ പ്രയാസകരമായ ഒരു ജീവിതത്തിലേക്ക് യാത്ര പോകുന്ന ഒരു ദിവസം കുറച്ചോനെ ഞങ്ങൾക്ക് നീ തുണയാകണേ അല്ലോ, ഞങ്ങൾക്ക് നീ സഹായിയാകണേ അല്ലോ. ഭാര്യയും അതുപോലെ ഉമ്മയും മക്കളും അതുപോലെ കുടുംബങ്ങളും കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും കൈ വെടിയുന്ന ഒരു ദിവസം പടച്ചവനെ റബ്ബായ നീ ഞങ്ങളെ കൈ വെടിയല്ലേ അല്ലോ. ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലോ. നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് ഞങ്ങളെ നീ ഏറ്റെടുക്കണേ പടച്ചവനെ. ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. എത്ര മരണങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളായല്ലോ. എത്ര ആളുകൾ മരിച്ചപ്പോ അവരുടെ വീടുകളിൽ കയറി അവരുടെ മയ്യത്ത് നോക്കി അവർക്ക് വേണ്ടി ദുആ ചെയ്ത് യാസീനോദി ഖുർആനോദി തിരിച്ചു വന്നവരാണ് പടച്ചവനെ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ നമ്മുടെ മുഖം പലരും വന്നിട്ട് ദർശിക്കുന്ന ഒരു ദിവസം, നമുക്ക് വേണ്ടി ഒരുപാട് ആളുകൾ കരയുന്ന ദിവസം, നമുക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു ഓർക്കുന്ന ദിവസം, ആ ദിവസം നമ്മുടെ ഈമാൻ സലാമത്താക്കി തരണേ റഹ്മാനെ. ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. ജീവിതത്തിലെ കാലങ്ങളായി ഞങ്ങൾ ചൊല്ലാൻ തുടങ്ങിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമ നമ്മുടെ ജീവിതത്തിന്റെ അവസാന ദിവസത്തിലും നല്ല ബോധത്തോടെ റാഹത്തോടെ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക്, നമ്മുടെ ഭാര്യമാർ, മക്കളും, മാതാപിതാക്കളും, കുടുംബങ്ങൾ, അയൽവാസികൾ, നാട്ടുകാർ, സ്നേഹിതന്മാർ, ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും നീ നൽകണേ അല്ലോ. പടച്ചവനെ, എത്രയോ ആളുകൾ പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാ, ശിഫാ നൽകണേ അല്ലോ. പടച്ചവനെ, കടങ്ങളുണ്ട് പടച്ചവനെ, ബാധ്യതകൾ പലതുകൊണ്ട് അത് വീടാനുള്ള വഴികൾ നീ തുറന്നു തരണേ അല്ലോ. ഗൾഫിലും മറ്റും അധ്വാനിക്കുന്ന കുടുംബങ്ങൾ, നാട്ടുകാർ, സ്നേഹിതന്മാർ, ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലോ. പല ആളുകളും പല രൂപത്തിലുള്ള യാത്രക്ക് വേണ്ടി ഒരുങ്ങുന്നവരാണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എല്ലാവരുടെ യാത്രയിലും ബറക്കത്ത് നൽകണേ അല്ലോ. പരിശുദ്ധമായ ഇവർക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഒരുപാട് ഹാജിമാർ പടച്ചവനെ, അവരുടെ യാത്രയിലൊക്കെയും ബറക്കത്ത് നൽകണേ അല്ലോ. ചെയ്യുന്ന ഇബാദത്തുകളൊക്കെയും കബൂലിയത്തുള്ളതാക്കണേ അല്ലോ. പരിശുദ്ധ ശഅബാനിന്റെ റമദാനിന്റെ പുണ്യ ദിവസങ്ങളിൽ പരിശുദ്ധമായ ഉംറക്ക് വേണ്ടി കരുതിയ പലരും അല്ലോ, പല കുടുംബങ്ങളും നമ്മുടെ നാട്ടിലും നമ്മുടെ സദസ്സിലും കൊണ്ട് പടച്ചവനെ അവരുടെ കാര്യങ്ങൾ മുഴുവനും അവാഹത്താക്കി കൊടുക്കണേ അല്ലോ. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കണേ അവർക്ക്. നമുക്കും ആ പുണ്യഭൂമിയിൽ എത്തിപ്പെടാൻ മരിക്കുന്നതിന് മുമ്പ് ആരോഗ്യമുള്ള സമയത്ത് തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.